ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ വിമാനം തയ്യാറാക്കി നിർത്താൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. മരിച്ച 46 ഇന്ത്യക്കാരുടെ മൃതദേഹം ഡൽഹിയിൽ എത്തിച്ച ശേഷമായിരിക്കും സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോവുക. വ്യോമസേനയുടെ C-130J ഹെർക്കുലിസ് വിമാനമാണ് ദൗത്യത്തിന് ഇറങ്ങുക. സുരേഷ് വെള്ളിമുറ്റം നമുക്കൊപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. സുരേഷ്, ഇപ്പം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അവിടേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ പ്രതിനിധിയായ ആരോഗ്യമന്ത്രി വീണ ജോർജും ഇന്ന് തന്നെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 20 പേരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മലയാളികളിൽ 4 പേരെ കൂടി തിരിച്ചറിയാനുണ്ട്. ആ നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും. ആര്യ പറഞ്ഞ അവസാന ഭാഗത്തു നിന്നും തുടങ്ങാം. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ രാത്രി 9 മണിയോടുകൂടിയായിരിക്കും ഡൽഹിയിൽ നിന്നുമുള്ള വ്യോമസേനാ വിമാനം പുറപ്പെടുക എന്നാണ് അറിയുന്നത്. രാത്രി 9 മണി ഡൽഹി സമയം. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം 6:30 അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയതിനു ശേഷം ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യത്തിന് സമയം ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ മൃതദേഹങ്ങളെല്ലാം ആശുപത്രികളിൽ നിന്നും മാറ്റി എംബാമിംഗ് കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. എംബാമിംഗ് നടപടികളൊക്കെ തന്നെ ഉടൻ ആരംഭിക്കുകയും ചെയ്യുന്നു. എംബാമിംഗ് നടപടികൾക്ക് ശേഷം ഒരു പൊതുസ്ഥലത്ത് മോർച്ചറിയുണ്ട്. അവിടെ എത്തിച്ചിട്ടായിരിക്കും പൊതുദർശനത്തിന് അവസരം ഒരുക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് ഒരു അവസരം കൂടി ഉണ്ടാകും. കാരണം കൂടെ ജോലി ചെയ്തിരുന്ന അവരെ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ സങ്കടത്തിൽ കഴിയുന്ന മറ്റു തൊഴിലാളികളും കൂട്ടുകാരും ഒക്കെ ഉണ്ട്. അവർക്ക് അവസാനമായി ഒരു നിമിഷം ഇവരുടെ മുഖമൊന്ന് കാണാനൊരു അവസരം ഒരുക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് പൊതുദർശനത്തിനു കൂടി സമയം അനുവദിക്കും. അതിനുശേഷം പ്രത്യേക വിമാനത്തിന്റെ അടുത്തേക്ക് ഈ മൃതദേഹങ്ങളെല്ലാം കൊണ്ടുപോകും. അതാകും ഇനി ശേഷിക്കുന്ന നടപടിക്രമങ്ങൾ. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇതെല്ലാം പൂർത്തിയാക്കി രാത്രിയിൽ തന്നെ മൃതദേഹങ്ങൾ കൊണ്ടുവരാനാണ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, അന്വേഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ എല്ലാ മേഖലകളിലും ഈ കെട്ടിടത്തിൽ, പ്രത്യേകിച്ച് തൊഴിലാളികൾ മരിച്ച കെട്ടിടത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം വീഴ്ച നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കാരണം മരം ഉപയോഗിച്ചുകൊണ്ട് ഒരേ അപ്പാർട്ട്മെന്റിനെ തന്നെ പലതാക്കി മുറിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യം കണ്ടെത്തിയിട്ടുള്ളത്, നിയമലംഘനം കണ്ടെത്തിയത്. മറ്റൊന്ന്, ടെറസിന് മുകളിലേക്ക് കയറാനുള്ള വഴി അത് അടച്ചിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും വലിയ കുറ്റകൃത്യമായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതുപോലെ മറ്റു കെട്ടിടങ്ങളുണ്ടോ എന്നറിയാനാണ് ആഭ്യന്തരമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ നേരിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. ഏതായാലും സങ്കടത്തോടുകൂടി കേരളത്തിൽ കഴിയുന്ന, ഇപ്പോൾ നേരത്തെ ആര്യ പറഞ്ഞതുപോലെ 20 പേരുടെ മലയാളികളെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 24 മലയാളികൾ മരിച്ചിട്ടുണ്ടെന്ന് നോർക്ക തന്നെ പറയുകയും ചെയ്യുന്നു. അവരുടെ കൈകളിലേക്ക് ഈ കരഞ്ഞ് നമ്മൾ ഹെഡ്സിലും മറ്റുമൊക്കെ കഴിഞ്ഞ ബുള്ളറ്റിലും നമ്മൾ കണ്ടതാണ്. ഒരു അമ്മയുടെയോ സഹോദരിയുടെയോ ഒക്കെ തേങ്ങൽ നമ്മൾ കേട്ടതാണ്. അവരുടെ കൈകളിലേക്ക് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ തന്നെയോ പ്രിയപ്പെട്ടവരൊക്കെ എത്തുമെന്ന് വേണം കരുതാൻ. ഒരു കാര്യം കൂടി സുരേഷ്, ഇപ്പം നമ്മൾ പറഞ്ഞു ഈ 4 പേരെ കൂടി തിരിച്ചറിയാനുണ്ട്. ഇവിടെ ഉറ്റവരായിരിക്കുമോ എന്ന ആശങ്കയിൽ കുറേയധികം കുടുംബങ്ങൾ ഇവിടെ നാട്ടിൽ കഴിയുന്നുണ്ട്. ഇവരെ ഇപ്പം DNA ടെസ്റ്റിലേക്കൊക്കെ പോയാൽ പോലും സമയമെടുക്കും എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? DNA ടെസ്റ്റ് വേണ്ടി വരിക പരമാവധി 1-2 മൃതദേഹങ്ങൾക്കെന്ന് മാത്രമാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിക്കുന്നത്. മറ്റുള്ളവരെ എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ആശങ്ക വേണ്ട എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. 49 പേർ മരിച്ചതിൽ 46 ഇന്ത്യക്കാരും 3 പേർ ഫിലിപ്പൈൻ സ്വദേശികളും എന്ന് പറയുമ്പോൾ തന്നെ ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏത് ദേശക്കാരെന്ന് അത് ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാകുക അവരുടെ പാസ്പോർട്ടും രേഖകളും വെച്ചിട്ടായിരിക്കണം. ഇനി തിരിച്ചറിയാൻ കഴിയാത്തത് ആര് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ ഉണ്ടാവുക അവരുടെ DNA പരിശോധന. അത് 1-2 ആളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും വേണ്ടി വരിക. മറ്റെല്ലാ മൃതദേഹങ്ങളും എത്തിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ മരിച്ച ആളുകളുടെ ആശ്രിതർക്ക്, കുടുംബാംഗങ്ങൾക്ക് കുവൈറ്റ് സർക്കാർ സഹായം പ്രഖ്യാപിക്കുമെന്നും അറിയുന്നുണ്ട്. കുവൈറ്റ് അമീർ തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുവൈറ്റിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു സഹായം കൂടി ഉണ്ടാകും. ശരി സുരേഷ്.